ഹൈയോ എല്ലാവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഇപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 3. നമ്മൾ 2 പാർട്ടിൽ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. 2 പാർട്ടായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1060/2025 കോപ്പറേറ്റീവ് ലോയുടെ ലാസ്റ്റ് പാർട്ട്. ഈ ഒരു പാർട്ടോട് കൂടി നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് നമുക്കെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഓഫ് ദ KCSR 1969 deals with eligibility condition to be continue to be an active member of Anand Party and Milk Cooperative Society. അതായത് ഒരു വ്യക്തിക്ക്, അതായത് ആനന്ദ് പാർട്ടി ആപ്കോസ് എന്ന് പറയും, നമ്മുടെ ഡയറി ഡിപ്പാർട്ട്മെന്റ് എന്താ പറയുക, ഡയറി സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കേരളത്തിൽ എത്ര ടയറിലാണ് ഡയറി സംഘങ്ങളുള്ളത് പഠിക്കാനുള്ളത് അല്ലെ. കേരളത്തിൽ എത്ര ടയറിലാണ്? കേരളത്തിൽ 3 ടയറിലാണ് വർക്ക് ചെയ്യുക കേട്ടോ. 3 ടയറിലാണ് ഈ ഡയറി സംഘങ്ങൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. 3 ടയറാണ്. 3 ടയറുണ്ട്. അതിൽ ഏറ്റവും അപ്പെക്സ് ലെവലുണ്ട്, പിന്നെന്തുണ്ട്, മിഡിൽ ലെവലുണ്ട്, പിന്നെ പ്രൈമറി ഉണ്ട്. ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് ആരാണ്? മിൽമയാണ് അല്ലെ. മിൽമ ഏറ്റവും ടോപ്പ് ലെവൽ, അപ്പെക്സ് മിൽമയാണ്. മിഡിൽ ലെവലിൽ അല്ലെങ്കിൽ സെൻട്രൽ ലെവലിൽ വരുന്ന RCMPU ആണ്. പ്രൈമറി ലെവലിൽ വരുന്നത് ആപ്കോസ് ആണ്. അതായത് ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് പ്രൈമറി ലെവലിൽ വരുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് ഈ ആപ്കോസിലെ മെമ്പറായി തുടരാൻ, ഒന്നുകൂടെ പറഞ്ഞ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. ഒരു വ്യക്തിക്ക് ആപ്കോസിലെ മെമ്പറായി തുടരാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണെന്നാണ് ചോദ്യം അല്ലെ. ഡാഷ് ഓഫ് ദ KCSR ഡീൽസ് വിത്ത് എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു ബി കണ്ടിന്യൂ ടു ബി an active member of an ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു വ്യക്തിക്ക് ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആക്റ്റീവ് മെമ്പറായിട്ട് തുടരാൻ ഉള്ള ആ എലിജിബിലിറ്റി കണ്ടീഷൻസ് എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ പറയുന്നു സെക്ഷൻ 16A, ഓപ്ഷൻ ബി പറയുന്നു സെക്ഷൻ 16B, ഓപ്ഷൻ സിയിൽ പറയുന്നു സെക്ഷൻ 28AB ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു സെക്ഷൻ 19B. 192 19B ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? 16 അല്ലെ. 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 16 എന്ന് പറഞ്ഞാൽ വരുന്ന മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. 16 പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്. അതിൽ 16A നിലവിലില്ല, ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. 16Bയിൽ പറയുന്നത് എന്താണ്? എലിജിബിലിറ്റി കണ്ടീഷൻസ് ടു ബി കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ആൻ ആനന്ദ് പാർട്ടി ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ 16Bയിലാണ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. 16Bയിലാണെന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഒരാൾക്ക് ഒരു ആപ്കോസിൽ കണ്ടിന്യൂ ചെയ്യാൻ, ആക്റ്റീവ് മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരാൾക്ക് ആപ്കോസിൽ തുടരാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം പറയുന്നുണ്ട് അല്ലെ, 2 കണ്ടീഷൻസ് ആണ് അവിടെ വളരെ വിശദമായിട്ട് പറയുന്നത്. 2 കണ്ടീഷൻ, ഈ 2 കണ്ടീഷൻസും പാലിക്കണം, 2 എണ്ണവും പാലിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നുണ്ട് എന്താണ്? ഈസ് നോട്ട് പവറിംഗ് മിൽക്ക് നോട്ട് ലെസ് ദാൻ 500 liters ടു ദ സൊസൈറ്റി ഫോർ 180 days ഡ്യൂറിംഗ് ദ പ്രിസീഡിംഗ് 12 months. അതായത് തൊട്ട് കഴിഞ്ഞ 12 മാസത്തിൽ അല്ലെ, തൊട്ട് കഴിഞ്ഞ പുറയിലുള്ള 12 മാസത്തിലെ 180 ദിവസങ്ങളിലായിട്ട് അല്ലെ, നോട്ട് പവറിംഗ് മിൽക്ക് നോട്ട് ലെസ് ദാൻ 500 liters ടു ദ സൊസൈറ്റി ഫോർ 180 days. അതായത് ഈ തൊട്ട് പുറകിലുള്ള 180 ദിവസങ്ങളിലേക്ക്, 12 നമ്മുടെ തൊട്ട് കഴിഞ്ഞ് പുറകിലോട്ടുള്ള 12 മാസത്തിലെ 180 ദിവസങ്ങളിലായിട്ട് അദ്ദേഹം എത്ര ലിറ്റർ പാല് കൊടുക്കണം? 500 ലിറ്റർ പാല് കൊടുക്കണം എന്ന് ഓർത്ത് വെച്ചേക്കും അല്ലെ. തൊട്ട് പിറകിലുള്ള 12 മാസം 180 ദിവസത്തിലേക്കായിട്ട് 500 ലിറ്റർ മിൽക്ക് പോർ ചെയ്യണം അല്ലെ, മിൽക്ക് നൽകണം. ആൻഡ് അതിനോടൊപ്പം തന്നെ മറ്റൊരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. എന്താണ് പറയുക? തൊട്ട് പുറകിലുള്ള മറ്റ് കണ്ടീഷൻസ് കൂടെ അദ്ദേഹം പറയുന്നുണ്ട് നോക്കാം. എന്താണ്? is not owning at least 1 milk cow or buffalo by rearing them in a cattle shed or in a farm setup either in his own or her land or in the leased land within the area of operation of the society അല്ലെ. എന്താണ് പറയുക? സംഘം പരിധിയിൽ, താമസ സ്ഥലത്തിനടുത്തുള്ള കന്നുകാലി ഷെഡിലോ അല്ലെ, സംഘം പരിധിയിൽ, അതായത് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ, ആപ്കോസിന്റെ പ്രവർത്തന പരിധിയിലെ താമസ സ്ഥലത്തിനടുത്തുള്ള കന്നുകാലി ഷെഡിലോ അല്ലെങ്കിൽ സ്വന്തം ഭൂമിയിലോ അല്ലെങ്കിൽ പാട്ടഭൂമിയിലോ ഉള്ള ഫാമിലെ പരിപാലിക്കുന്നതായ കുറഞ്ഞത് ഒരു കറവ പശുവോ അല്ലെങ്കിൽ ഒരു എരുമയോ സ്വന്തമായി ഉണ്ടായിരിക്കണം
ഓക്കെ, ഒരു പശുവോ അല്ലെങ്കിൽ ഒരു എരുമയോ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ തൊട്ട് കഴിഞ്ഞ 12 മാസം തൊട്ട് പുറകിലേക്കുള്ള 12 മാസത്തിലെ 180 ദിവസത്തിലായിട്ട് 500 ലിറ്റർ പാലും നൽകിയെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്ഷൻ 16B പ്രകാരം ആപ്കോസിൽ ഒരു സജീവ അംഗമായി തുടരാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആക്റ്റീവ് മെമ്പർ എന്ന് പറഞ്ഞാൽ സജീവ അംഗം എന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് സെക്ഷൻ ഓഫ് ദ KCS ആക്ട് ഡീൽസ് വിത്ത് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അല്ലെ, ഇപ്പൊ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എവിടെയാണ്, അല്ല നമ്മുടെ ഏത് ആക്ടിലാണ് അതിനെ കുറിച്ച് പറയുന്നത്, ഏത് സെക്ഷനിലാണ്? ഓപ്ഷൻ എയിൽ പറയുന്നു 57A, ഓപ്ഷൻ ബിയിൽ പറയുന്നു 57E, ഓപ്ഷൻ സിയിൽ പറയുന്നു 58 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു 59B. എവിടെയാണ്, ഏത് സെക്ഷനിലാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സെക്ഷൻ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഈ 57 എന്ന് പറയുമ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. 57 എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് മനസ്സിലാക്കണം. 57 സെക്ഷൻ 57 ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്, ഒരു സംഘത്തിന്റെ ഫണ്ട് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സെക്ഷൻ 57 പറയുന്നത്. അടുത്തത് 57A അല്ലെ, സെക്ഷൻ 57A പറയുന്നത് എന്തിനെ കുറിച്ചാണ്, അതും വളരെ വിശദമായിട്ട് പഠിക്കണം. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് അല്ലെ. കോപ്പറേറ്റീവ്, ഇതോടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് കേട്ടോ. കോപ്പറേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ചാണ് 57A പറയുന്നത്. ഇനി അവിടെ 57Bയിൽ പറയുന്നു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഒരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം 57 ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി 57C പറയുന്നു കൺസോർഷ്യം ലെൻഡിങ് സ്കീമിനെ കുറിച്ചാണ് 57Cയിൽ പറയുന്നത്. ഓക്കെ, 57Cയിൽ പറയുന്നത് കൺസോർഷ്യം ലെൻഡിങ് സ്കീമിനെ കുറിച്ചാണ്. അടുത്ത വീണ്ടും പറയുന്നു 57Dയിൽ പറയുന്നു കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് കേട്ടോ. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ടിനെ കുറിച്ചാണ് 57Dയിൽ പറയുന്നത്. അടുത്തത് 57Eയിലാണ് പറയുന്നത് ഇതിനെ കുറിച്ച്, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കേട്ടോ. 57Eയിലാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്നത് എന്നോർത്ത് വെച്ചേക്കും. ഓക്കെ, പറയുന്നുണ്ട് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ എന്ത് ചെയ്യുകയാണ്, ഒരു സ്കീം ഫ്രെയിം ചെയ്യുകയാണ്. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം ഫ്രെയിം ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് including the pay and the allowances of employee of a cooperative society shall be fixed by. അതായത് ഒരു സൊസൈറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസിന്റെ മാക്സിമം എത്രയാണ്, മിനിമം എത്രയാണ്, ഒരു സംഘത്തിന് എസ്റ്റാബ്ലിഷ്മെന്റ് ഹെഡിൽ മാക്സിമം എത്രത്തോളം അതുപോലെ മിനിമം എത്രത്തോളം എക്സ്പെൻസുകൾ എന്ത് ചെയ്യാം, പേ ചെയ്യാം അല്ലെ. അത് എത്രയാണ് ഫിക്സ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. അതിൽ പേയും നമ്മുടെ ശമ്പളവും അലവൻസുകളും എല്ലാം ഉൾപ്പെടും കേട്ടോ. അതായത് ശമ്പളവും അലവൻസുകളും ജീവനക്കാരുടെ ശമ്പളവും അലവൻസും ഉൾപ്പെടെ ഒരു സംഘത്തിന് മാക്സിമം ചെലവഴിക്കാൻ പറ്റുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും ഉണ്ട്. അത് ആരാണ് തീരുമാനിക്കുന്നത്, അല്ലെ ഫിക്സ് ചെയ്യുന്നത് ആരാന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പറയുന്നത് മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി പറയുന്നു രജിസ്ട്രാർ, ഓപ്ഷൻ സിയിൽ പറയുന്നു ഗവൺമെന്റ് ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ. മാനേജിംഗ് കമ്മിറ്റിക്കാണോ, രജിസ്ട്രാർ ആണോ, ഗവൺമെന്റ് ആണോ, അതോ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ആണോ ആൻസർ വരിക? ഏതാണ്? ഗവൺമെന്റ് ആണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയേക്കണം. ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഗവൺമെന്റ് കേട്ടോ, ഗവൺമെന്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഗവൺമെന്റ് തീരുമാനിക്കുന്ന നിശ്ചയിക്കുന്ന രീതിയിലാണ് നമുക്ക് ശമ്പളമൊക്കെ തരുന്നത്, അലവൻസുകളെല്ലാം. അപ്പോൾ ഒരു സംഘത്തിന് മാക്സിമം ചെലവഴിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് എത്രയാണ്, മിനിമം ഒരു സംഘം എത്രത്തോളം എങ്കിലും ചെലവഴിക്കണം, മാക്സിമം എത്ര വരെ ചെലവഴിക്കാം, അത് ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതാണ് സെക്ഷൻ 59A അല്ലെ. സെക്ഷൻ 59A എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സെക്ഷൻ 59A ഓഫ് ദി KCS ആക്ട് സ്പെസിഫൈഡ്. ഓപ്ഷൻ എ പറയുന്നു റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺ, ഓപ്ഷൻ ബി പറയുന്നു വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി, ഓപ്ഷൻ സി പറയുന്നു പർച്ചേസ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ സൊസൈറ്റി, ഓപ്ഷൻ ഡി പറയുന്നു ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. ഓക്കെ, എന്താണോ വരുന്നത്? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ് അല്ലേ. എന്താണ് വരിക? വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി, പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ ആണ്.
അപ്പം നമ്മൾ ഒരു ലോണിന്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നമ്മളിപ്പോൾ ഒരു ലോണിന് ഒരാൾ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് സ്ഥലമൊക്കെ ഈട് നൽകിക്കൊണ്ട് ലോൺ എടുക്കുമല്ലോ അല്ലെ, സ്ഥലമൊക്കെ ഈട് നൽകിക്കൊണ്ട് ലോൺ എടുക്കും. അപ്പൊ അങ്ങനെ അവർ ഈട് തരുന്ന ലോണിന്റെ വാല്യുവേഷൻ, ആ പ്രോപ്പർട്ടി വാല്യുവേഷൻ ചെയ്യണം, എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് കണക്കാക്കണം. അത് ഡീൽ ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യുന്നതാണ് സെക്ഷൻ 59A എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ 2 സ്ലാബായിട്ടാണ് തരംതിരിക്കുക. ഇവിടെ 2 സ്ലാബായിട്ട് ഇവിടെ തരംതിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. 10 ലക്ഷം വരെയുള്ള ലോൺ അല്ലെ, 10 ലക്ഷം വരെയുള്ള ലോണെന്നും അതുപോലെ എന്താണ് 10 ലക്ഷത്തിൽ കൂടുതലുള്ള ലോൺ. ഓക്കെ, 10 ലക്ഷത്തിൽ കുറവുള്ള ലോണ്, 10 ലക്ഷത്തിൽ കൂടുതലുള്ള ലോണ്. ഇപ്പൊ ഒരാള് 10 ലക്ഷത്തിൽ കുറവുള്ള ലോൺ, അതായത് ഒരാളുടെ എമൗണ്ട് ഇങ്ങനെ പറയുക, ഇൻ കേസ് ലോൺ എമൗണ്ട് ബിലോ 10 lakh അല്ലെ, ലോൺ എമൗണ്ട് ബിലോ 10 lakh ആണെങ്കിൽ, ബിലോ 10 lakh 10 ലക്ഷം രൂപയിൽ കുറഞ്ഞുള്ള ലോണാണ് ഒരു മെമ്പർ അപേക്ഷിക്കുന്നത് അല്ലെ. ഒരു മെമ്പർ വന്നിട്ട് ഒരു 10 ലക്ഷത്തിൽ കുറവുള്ള ഒരു ലോൺ അപേക്ഷിക്കുകയാണ്. എത്ര ആയിക്കോട്ടെ, 2, 3, 4, 5, 6, 7, 8, 9, 9.5, 9.25, 9.80, 10 കൂടാൻ പാടില്ല, 10 കുറവുള്ള ലോണിന് വേണ്ടി ഒരു മെമ്പർ വന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അവൻ ഈടായി തരുന്ന ആ സ്ഥലം അല്ലെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആരാണ് പോയി വാല്യുവേഷൻ നടത്തേണ്ടതെന്നാണ് ചോദ്യം. ആദ്യത്തെ നമുക്ക് 10 ലക്ഷത്തിൽ കുറവുള്ള ലോണാണെങ്കിൽ ആര് വാല്യുവേഷൻ നടത്തും, 10 ലക്ഷത്തിൽ കൂടുതലുള്ള ലോണാണെങ്കിൽ ആര് വാല്യുവേഷൻ നടത്തും എന്നൊക്കെ നോക്കാം. അപ്പൊ 10ൽ കുറവാണെങ്കിൽ പറയുന്നുണ്ട് വേർ ദ ലോൺ എമൗണ്ട് ഇസ് ബിലോ 10 lakh ആൻഡ് വേർ ദ ഓക്കെ. അപ്പം ലോൺ എമൗണ്ട് 10ൽ കുറവാണെങ്കിൽ ആരാണ് വാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻ ഓഫീസർ ഓർ ഓഫീസേഴ്സ് അല്ലെ, ആൻ ഓഫീസർ ഓർ ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ, ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓഫീസേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, 10 ലക്ഷത്തിൽ കുറവുള്ള ലോൺ ആണെങ്കിൽ ആ ലോണിന് ഈടുവെക്കുന്ന സ്ഥലം പോയി വാല്യുവേഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഇവ വാല്യുവേഷൻ ചെയ്യും. അങ്ങനെ വാല്യുവേഷൻ ചെയ്തിട്ട് നമ്മൾ ആ വാല്യുവേഷൻ ചെയ്യുന്ന ഓഫീസർ എന്ത് ചെയ്യും, ഒരു വില നിശ്ചയിക്കും, അതിന്റെ ഒരു വാല്യുവേഷൻ വില നിശ്ചയിക്കും. തൊട്ടടുത്തുള്ള സ്ഥലവും മാർക്കറ്റ് വിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരു വില നിശ്ചയിക്കുക. ആ വിലയുടെ അല്ലെങ്കിൽ ആ വാല്യൂവിന്റെ പകുതിയിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത് ലോൺ എന്ന് പറയുക. ക്ലിയർ ആകുന്നുണ്ടോ? ഇപ്പൊ ഒരാൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ലോൺ വെച്ചത് പോട്ടെ, ഒരു 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരാൾ ലോൺ അപേക്ഷിച്ചു. അദ്ദേഹം സ്ഥലം ഈടായിട്ട് തരുന്നു. ആ സ്ഥലം കാണാൻ ഓർത്ത് വെച്ചേക്കുക, 10ൽ കുറവായിട്ട് ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു ഓഫീസറോ അല്ലെങ്കിൽ 1-2 ഓഫീസേഴ്സോ ആയിരിക്കും പോവുക, മനയിലൊക്കെ ആയിരിക്കും പോകുക കേട്ടോ. അപ്പൊ ഇവര് അവിടെ പോയിട്ട് സ്ഥലം കണ്ടിട്ട് അവർ അതിനൊരു വാല്യൂ ഇട്ടു. 8 ലക്ഷം രൂപയാണ് ആ സ്ഥലത്തിന് വാല്യൂ ഇട്ടതെന്ന് വിചാരിക്കും. ഓക്കെ, 8 ലക്ഷം രൂപയാണ് ആ സ്ഥലത്തിന് വാല്യൂ ഇട്ടതെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും കേട്ടോ. 4 ലക്ഷം രൂപ വരെ ഇവിടെ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കണ്ട് വാല്യുവേഷൻ നടത്തി ആ വില എത്രയാണോ, ഒരു വാല്യുവേഷൻ ഇടുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ പകുതിയിൽ കൂടാൻ പാടില്ല ലോൺ എമൗണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരാൾക്ക് 5 ലക്ഷം രൂപ ലോൺ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ വാല്യുവേഷൻ നടത്തുമ്പോൾ 10 ലക്ഷം രൂപ എങ്കിലും അതിന് വാല്യുവേഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം 10 ലക്ഷത്തിൽ കുറവുള്ള ലോൺ എമൗണ്ട് ആണെങ്കിൽ ഒരു ഓഫീസർ അല്ലെങ്കിൽ 1-2 ഓഫീസേഴ്സ് ആയിരിക്കും പോയി വാല്യുവേഷൻ നടത്തുക. എന്നാൽ 10 ലക്ഷത്തിൽ കൂടുതലുള്ള ലോൺ ആണെങ്കിൽ മനസ്സിലാക്കാൻ ഇതായിരിക്കും നിങ്ങളുടെ ചോദ്യം. 10 ലക്ഷത്തിൽ കൂടുതലുള്ള ലോൺ അപേക്ഷയാണെങ്കിൽ, 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ ലോൺ എടുക്കണം, അതിനുവേണ്ടിയുള്ള അപേക്ഷയാണെങ്കിൽ അവിടെ ആരാണ് സ്ഥലം പോയി കാണുക? അവിടെ ഓർത്ത് വെച്ചേക്കുക 5 മെമ്പേഴ്സിന്റെ ഒരു പാനലായിരിക്കും. എ പാനൽ ഓഫ് 5 മെമ്പേഴ്സ്, 5 മെമ്പേഴ്സിന്റെ ഒരു പാനലായിരിക്കും. അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇഫ് ദ ലോൺ എമൗണ്ട് എക്സീഡ്സ് 10 lakh, ഓക്കെ പറഞ്ഞാണ് ഇഫ് ദ ലോൺ എമൗണ്ട് എക്സീഡ് 10 lakh ബൈ എ പാനൽ ഓഫ് 5 മെമ്പേഴ്സ്, 5 അംഗങ്ങളുടെ ഒരു പാനലായിരിക്കും പോവുക. അതില് 2 പേര് ജീവനക്കാരായിരിക്കും കേട്ടോ, 2 പേര് ജീവനക്കാരായിരിക്കും എന്നോർത്ത് വെച്ചേക്കുക. ഈ 2 പേര് ജീവനക്കാര്, 2 പേര് കമ്മിറ്റിക്കാര്, 2 ജീവനക്കാര്, 2 കമ്മിറ്റിക്കാര്, ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേഷൻ ഓഫീസർ. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേഷൻ ഓഫീസർ കൂടെ കാണും എന്നോർത്ത് വെച്ചേക്കുക. 2 പേര് ജീവനക്കാരായിരിക്കും. ഇതിൽ ഒരാൾ, ഈ 2 ജീവനക്കാരിൽ ഒരാൾ സെക്രട്ടറി ആയിരിക്കും കേട്ടോ. 2 പേര് ജീവനക്കാർ പോകുന്നുണ്ട്, അതിൽ ഒരാൾ സെക്രട്ടറി, ബാക്കിയുള്ളൊരു സൂപ്പർവൈസർ, ഒരു മാനേജരോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കും. പിന്നെ കമ്മിറ്റിക്കാർ 2 പേര്, 2 4 ഒരാൾ ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേഷൻ ഓഫീസർ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. നിശ്ചിത യോഗ്യതയുള്ള ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേഷൻ ഓഫീസർ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കും. ഈ 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഇപ്പൊ ഇവര് പോയി ആ സ്ഥലത്തിന് ഒരു വാല്യുവേഷൻ നിശ്ചയിക്കും.
അതിന്റെ പകുതിയിൽ കൂടാൻ പാടില്ല ലോൺ എമൗണ്ടും എന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അത് മനസ്സിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ സൂപ്പർ സെഷൻ അണ്ടർ സെക്ഷൻ 32 ഓഫ് ദ KCS ആക്ട്. താഴെ പറയുന്നതിൽ സെക്ഷൻ 32 പ്രകാരമുള്ള സൂപ്പർ സെഷന് കാരണമല്ലാത്തതെന്ന്. സൂപ്പർ സെഷൻ ഓഫ് എ കമ്മിറ്റി എന്ന് പറയും. സെക്ഷൻ 32 എന്ന് പറഞ്ഞാൽ സൂപ്പർ സെഷൻ ഓഫ് എ കമ്മിറ്റി, കമ്മിറ്റിയെ പിരിച്ചുവിടുക. ഓക്കെ, കമ്മിറ്റിയെ പിരിച്ചുവിടലാണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. കമ്മിറ്റിയെ പിരിച്ചുവിടൽ, കമ്മിറ്റിയെ പിരിച്ചുവിടൽ. ഇപ്പൊ താഴെ പറഞ്ഞതില് കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള കാരണമല്ല, നോട്ട് എ റീസൺ, കാരണമല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. ആരാണ് കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുക? അത് രജിസ്ട്രാർ ആണ് അല്ലെ. ആരാണ് ഒരു കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ആണ് സൂപ്പർസീഡ് ചെയ്യുന്നത്. അപ്പൊ ഓരോ കാരണങ്ങൾ നോക്കാം. ആദ്യത്തെ കാരണം ഇതാണ്, മേക്സ് പേയ്മെന്റ് കോൺട്രാറി ടു ദിസ് ആക്ട്, റൂള് ഓർ ബൈലോ. നിയമത്തിനോ ചട്ടത്തിനോ നിയമാവലി ബൈലോയ്ക്കോ വിരുദ്ധമായിക്കൊണ്ട് ഒരു പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കമ്മിറ്റിയെ പിരിച്ചുവിടുമോ ഇല്ലയോ? കമ്മിറ്റിയെ ഉറപ്പായിട്ടും പിരിച്ചുവിടും. ഓക്കെ, കമ്മിറ്റിയെ പിരിച്ചുവിടും എന്ന് ഓർത്ത് വെച്ചേക്കുക. നിയമത്തിനും ചട്ടത്തിനും ബൈലോയ്ക്കും വിരുദ്ധമായിട്ട് ഒരു കാരണവശാലും എന്താണ് പേയ്മെന്റുകൾ നടത്താൻ പറ്റത്തില്ല. രണ്ടാമത്തെയാണ് വിൽഫുൾ ഡിസോബീഡിയൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എക്സെട്ര റെഫേർഡ് ടു ഇൻ സെക്ഷൻ 76. അതായത് സെക്ഷൻ 76 എന്ന് പറഞ്ഞ എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ആണ്. ഉത്തരവുകൾ നടപ്പാക്കുക. എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് മീൻസ് എന്താണ്? ഉത്തരവുകൾ കേട്ടോ. ഉത്തരവുകൾ നടപ്പാക്കൽ, ഉത്തരവുകൾ നടപ്പാക്കൽ. സെക്ഷൻ 76 പ്രകാരമുള്ള ഉത്തരവുകൾ നമ്മൾ നടപ്പാക്കാതിരുന്നാൽ അല്ലെ, സെക്ഷൻ 76 പ്രകാരമുള്ള ഉത്തരവുകൾ നടപ്പാക്കാതിരുന്നാൽ കമ്മിറ്റി ഉറപ്പായിട്ടും പിരിച്ചുവിടൂടെ? കമ്മിറ്റി ഉറപ്പായിട്ടും പിരിച്ചുവിടും. അടുത്ത നമുക്ക് ഡിയിലേക്ക് പോകാം. ആൻസർ സി ആണ് വരിക. വിൽഫുള്ളി ഡിസൊബേസ് എനി ലോഫുൾ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ. രജിസ്ട്രാറിന്റെ ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ഓർഡറുകൾ, ഉത്തരവുകൾ ഡിസൊബേ ചെയ്യുകയാണ്, മനഃപൂർവ്വം ഡിസൊബേ ചെയ്യുകയാണെങ്കിൽ കമ്മിറ്റിയെ പിരിച്ചുവിടും. എന്നാൽ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടായി അല്ലെ, സ്റ്റെയിൽമേറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഫങ്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. സംഘത്തിന്റെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലോ എന്തെങ്കിലും സ്റ്റെയിൽമേറ്റ് ഉണ്ടായെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും കമ്മിറ്റിയെ പിരിച്ചുവിടില്ല. ഓക്കെ, കമ്മിറ്റിയെ പിരിച്ചുവിടില്ല. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു മൂന്നാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. മൂന്നാമത്തെ പാർട്ടോടെ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻസുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നന്നായിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. പ്രോപ്പറായിട്ട് പഠിച്ച് വിജയിക്കുക. ഓക്കെ, താങ്ക് യു.